നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹായ് പപ്പി. ഹായ് സത്യേ. പപ്പി മോളെ, ഇതെപ്പ എത്തി? ആരുടെ കൂടെ വന്നേ? വിഷ്ണുച്ചന്റെ കൂടെയാ. എന്നിട്ട് ആളെവിടെ? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് ദേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. മറ്റൊന്നും പറഞ്ഞില്ല. നിങ്ങള് വീട്ടിൽ നിന്നാണോ മോളെ വന്നത്? അതെ, വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ വന്നത്. എന്നാ രണ്ടാളും കൂടി അകത്ത് പോയിരുന്നു കളിച്ചോ. വാ പപ്പി, നമുക്ക് മുറിയിലേക്ക് പോവാം. ഓക്കെ ശാരദാമ്മ അതിങ്ങത്താ. ബാഗ് കൂടെ കൊണ്ടുവയ്ക്കാം. എന്തിനായിരിക്കും വിഷ്ണു വന്നത്? പപ്പിയും കൊണ്ട് ഇങ്ങനെ വരാത്തതാണല്ലോ. നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല ശാരദാമ്മേ. ഈശ്വര, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. എന്താ ശനെ, വല്ലത്തൊരു പന്തികേട് പോലെ? എടാ, വലിയൊരു പ്രശ്നമുണ്ടായി. അതെനിക്ക് ആശാനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി. അല്ലെങ്കിൽ ഇങ്ങനെ ആശാൻ എന്നെ തിരക്കി വരില്ലല്ലോ. എന്റെ നാവാട ചതിച്ചത് അത് തന്നെ ഇപ്പോഴും സംഭവിച്ചു. ആശാനെതിരെ കാര്യം എന്തെന്ന് പറഞ്ഞില്ല. ചില കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ ശാലിനി എടുത്ത് പോയത്. പക്ഷെ സംസാരിച്ചു വന്നപ്പോ എല്ലാം കൈവിട്ടു പോയി. ഒരു വട്ടം കൈവിട്ടു പോയാ പോയി. പിന്നെ അതിൽ നിന്ന് കര കയറാനുള്ള നെട്ടോട്ടാ. എന്നിട്ടിപ്പോ ഏട്ടത്തിയമ്മയുടെ അവസ്ഥ എന്താ? ആശാനെ, ഞാൻ ചോദിച്ചതിന് മറുപടി താ. ഏട്ടത്തിയമ്മ ഇപ്പൊ എവിടെയുണ്ട്? എനിക്കറിയില്ല. അറിയില്ലെന്നോ? എനിക്കൊരു അബദ്ധം പറ്റി. ഒരു കാര്യമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവളെ കുറ്റപ്പെടുത്തി. അവള് ഓഫീസിൽ രാജിക്കത്ത് എഴുതി കൊടുത്തു. എങ്ങോട്ടാന്നറിയില്ല, പോയടാ. എടാ, അവള് ഫോൺ പോലും എടുക്കുന്നില്ലടാ. ഞാൻ എവിടെ പോയിട്ടാ നോക്ക. എന്റെ ആശാനെ, ഏട്ടത്തേമ്മ ഇപ്പൊ ഒരാൾ രാജിക്കത്തും കൊടുത്ത് ഫോൺ കൊടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് തന്നെയാ. കമലം, അല്ലാതെ പിന്നെ എന്തിനാ അങ്ങനെ ഇറങ്ങണം? ആശാൻ അപ്പൊ ഏട്ടത്തിമ്മ ഒരുപാട് സങ്കടപ്പെടുത്തി കാണുമല്ലേ? ഇല്ലെങ്കിൽ ഏട്ടത്തിമ്മ പോലെ ഒരാൾ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. കമലം, നീ ഇപ്പൊ എന്റെ കൂടെ വാ. എവിടെയാണെങ്കിലും നമുക്ക് അവളെ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഞാനില്ലടാ. എന്തൊക്കെയാ ദൈവമേ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ. ആശാൻ ഇങ്ങനെയൊന്നും തളരാതെ രണ്ടുപേരും ഉള്ളിൽ നിറച്ചു വെച്ച സ്നേഹം കൊണ്ട് പരസ്പരം പോരാടല്ലേ. ഒരു വാക്ക് പിഴച്ചാ തീർന്നു. പിന്നിങ്ങനെ പരസ്പരം തോൽപ്പിക്കാനുള്ള ഓട്ടമാ. ഉരുകി തീരുന്നതോ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ പോലുള്ളവരും. എന്റെ മൊബൈൽ ചാർജില്ലാത്ത ഈ നിമിഷം വിളിച്ച് ആരും അറിയൂല. എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം ആശാനെ. എനിക്ക് വെപ്രാളാവാടാ. ആശാൻ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് അന്വേഷിക്കാം. ഏട്ടത്തി അമ്മയ്ക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ആശാനെ വിട്ടുപോകാൻ പറ്റില്ല. ആശാനെ, നമുക്ക് കൊണ്ടുവരാം ആശാനെ. എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.